അങ്ങനെ ഈ വർഷത്തെ മൂന്നാമത്തെ ഓണത്തിന് പോകാനുള്ള പ്രഹസനാണ് നിങ്ങൾ ഈ കണ്ടത്. എവിടെ പോവാണെങ്കിലും കണ്ണനെ കൊണ്ടൊരു 3-4 ഡ്രസ്സ് മാറ്റി ഉടുപ്പിച്ച് ഇച്ചയ്ക്കാതെ ഞാൻ കൊണ്ടുപോകാറില്ല. അതിന്റെ അമർഷം സൂക്ഷിച്ചു നോക്കി ആ മുഖത്ത് മിന്നി മരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ നോക്കുവാണെങ്കിൽ പുള്ളി ഇടുന്ന ഉടുപ്പ് മുതൽ പുള്ളി ചെയ്യുന്ന എല്ലാ കാര്യത്തിന്റെയും പുറകിലുള്ള കറുത്ത കൈകൾ എന്റെയാണ്. അത് കാരണം സംഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഞാൻ നൈസായിട്ട് തലയിൽ വെച്ച് കൊടുക്കാറുണ്ട്. കേട്ടിട്ടില്ലേ, ലൈഫ് ഈസ് ടു ഷോർട്ട്, ബ്ലെയിം യുവർ ഹസ്ബൻഡ് ആൻഡ് മൂവ് ഓൺ. ചേട്ടാ, ഇതാണ് എന്റെ പ്രശ്നം. വർത്താനം പറഞ്ഞു വന്നാൽ കാട് കയറി പോകും. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ മലയാളികളും അവരുടെ ഫാമിലിയും കൂടെ നടത്തിയ ചെറിയൊരു ഓണം പരിപാടിയായിരുന്നു ഇത്. ഓണം കഴിഞ്ഞിട്ടുള്ള ഓണപരിപാടി ആയതുകൊണ്ട് തന്നെ പ്രോഗ്രാമിന് പോകാൻ നല്ല മടിയായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ മനസ്സിലായേ, പോകാതിരുന്നായിരുന്നെങ്കിൽ ഭയങ്കര വലിയ നഷ്ടമായി പോയേനെ. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്, ശരിക്കും ആഘോഷങ്ങളുടെയൊക്കെ തുടക്കം നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിലും അത് ആക്ച്വലി അതിന്റേതായ രീതിയിൽ ആഘോഷിക്കുന്നത് നമ്മൾ വിദേശികളാണ്. ഐ മീൻ നമ്മൾ പ്രവാസികൾ. അത്രയൊക്കെ മതി, ഓവറാക്കണ്ടല്ലേ. എനിവേ, ഞാൻ കാണുന്നവരെല്ലാരും അടിപൊളി ആയതുകൊണ്ടാണ്, അതും ഞാൻ അടിപൊളി ആയതുകൊണ്ടാണോ എന്നറിയില്ല. അതെങ്ങനെയുണ്ട്, എന്നെ തള്ളാൻ എനിക്ക് വേറെ ആരുടെയും സഹായം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ ചുറ്റുപാടിരിക്കുന്ന എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ 3 ഓണം സെലിബ്രേഷനും ഭയങ്കര കളറായിരുന്നു. എസ്പെഷ്യലി ദിസ് വൺ വാസ് മോർ ഫൺ. കുറെ ഗെയിംസും ഡാൻസും സോങ്സും പിന്നെ നല്ല അടിപൊളി സദ്യ. ഓൾ ഓവർ നോക്കുമ്പോൾ ഈ വർഷം നല്ല അടിപൊളിയായിരുന്നു എനിക്ക്. നോക്കിക്ക് എല്ലാരും എന്ത് ഹാപ്പിയാണെന്ന്. ഇതോടുകൂടെ എന്റെ ഈ വർഷത്തെ ഓണപ്രഹസനം അവസാനിച്ചു കേട്ടോ. അടുത്ത പ്രഹസനമായിട്ട് അടുത്ത വീഡിയോ കാണാം. അപ്പൊ ഇന്ന് അത്രേ ഉള്ളൂ. ടാറ്റാ.